Welcome all of you. We are starting a new video series that is sex hormones and related drugs. And this is the first video. Aditya video on sex hormones and related drugs. And this is about GnRH. Sex hormones discussion. Any discussion should start from hypothalamus. So any discussion on sex hormones should start from the hypothalamus. The hypothalamus because ഇവിടെ releasing hormones secrete basically നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഈ ഹോർമോൺസിന്റെ അളവ് വ്യത്യാസം വരുമ്പോൾ കൂടുമ്പോഴും കുറയുമ്പോഴും ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇത് കുറയുമ്പോഴത്തേക്കും ഫ്രം ഹിയർ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസിംഗ് ഹോർമോൺസ് ദാറ്റ് ഈസ് GnRH ഓർ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺസ് അല്ലെങ്കിൽ GnRH റിലീസ് ചെയ്യുന്നു. സപ്പോസ് തിങ്ക് ദാറ്റ് ദിസ് ഹോർമോൺ ഈസ് ബീൻ റിലീസ്ഡ് ഹൈപ്പോതലാമസിൽ നിന്ന് GnRH എന്ന ഹോർമോൺ റിലീസ് ചെയ്തു എന്ന് കരുതുക. Now where this acts, ഇത് എവിടെ ആക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this will act in the pituitary because there is a portal system of blood vessels. So pituitary to hypothalamus അല്ലെങ്കിൽ hypothalamusൽ നിന്ന് pituitary gland വരെ there is a portal system of blood vessels. So hypothalamusൽ ഉണ്ടായ GnRH will be acting on pituitary. There is anterior pituitary and posterior pituitary. So here they will act in the anterior pituitary. Pituitary act ചെയ്യുക. Anterior pituitary 5 തരം tropic cells ഉണ്ട്. One is somatotropes, second is corticotropes, third is gonadotropes, fourth lactotropes and fifth thyrotropes. ഇങ്ങനെ 5 തരം tropic cells ഉണ്ട്. And this GnRH tropic cells ൽ ആക്ട് ചെയ്യുന്നു. ഏത് tropic cells ലാണെന്ന് വെച്ചാൽ gonadotropes ലാണ് ആക്ട് ചെയ്തത്. Gonadotropic cells ൽ ആക്ട് ചെയ്ത് and this will cause a release of 2 hormones. അവിടെ നിന്ന് 2 hormones release ചെയ്യുന്നു. One is FSH or follicular stimulating hormone and second is LH, luteinizing hormone. So from here it releases 2 hormones. ഇതാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഹോർമോൺ. ആൻഡ് FSH ന്റെ ഫംഗ്ഷൻ എന്താണ്? ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ്? FSH can act on മെയിലിൽ ആക്ട് ചെയ്യാം. മെയിലിൽ ഇറ്റ് ആക്ട്സ് ഓൺ ദ ടെസ്റ്റിസിൽ ആക്ട് ചെയ്തിട്ട് സ്പെർമാറ്റോജെനിസിസ് കൂട്ടുക. സ്പെർമാറ്റോജെനിസിസ് കൂടിക്കഴിഞ്ഞാൽ സ്പേംസ് വിൽ ബി പ്രൊഡ്യൂസ് ജെനസിസ്. ഓക്കെ, സ്പെർമാറ്റോജെനസിസ് കൂടുമ്പോൾ സ്പേംസിന്റെ എമൗണ്ട് കൂടും. മോർ എമൗണ്ട് ഓഫ് സ്പേം. ആൻഡ് LH will act on interstitial cells of Leydig. Interstitial cells of Leydig act ചെയ്തിട്ട് it will increase the release of production and release of testosterone. Hormone testosterone കൂട്ടും. ഇത് മെയിൽ. In female this acts on females എവിടെയാണ് ആക്ട് ചെയ്യുക? This acts on the ovary. ഓവറിയിലാണ് ആക്ട് ചെയ്യുക. സപ്പോസ് ദിസ് ആൻ ഓവറി. രണ്ട് സൈഡിൽ ഓവറി ഉണ്ട്. ഒരെണ്ണം ഞാൻ വരച്ചു മാത്രമേ ഉള്ളൂ. ആൻഡ് ഓവറിയിൽ നമുക്കറിയാം പ്രൈമോഡിയൽ ഫോളിക്കിൾസ്, പ്രൈമറി ഫോളിക്കിൾസ്, അങ്ങനെ ധാരാളം ഫോളിക്കിൾസ് ഉണ്ട്. ജനിച്ചു വരുമ്പോഴത്തേക്ക് 40,000-ഓളം ഫോളിക്കിൾസ് ഉണ്ടാകും. ഓരോ ഫോളിക്കിൾസും ഓരോ മാസം മെച്ചൂർ ചെയ്യുന്ന നമുക്കറിയാം. ആൻഡ് ദിസ് ഓരോ മാസവും മെച്ചൂർ ചെയ്യാനായിട്ട് FSH ആണ് ആവശ്യം. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫോളിക്കുലാർ. ദിസ് ഈസ് ദ ഫോളിക്കിൾസ്. ഈ ഫോളിക്കിൾസിന് ഏതിനെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്സ് ടു ഗ്രോ. അത് ഗ്രോ ചെയ്യുന്നു, മെച്ചൂർ ചെയ്യുന്നു, അത് വലുതാവുന്നു, മെച്ചൂർ ആവുന്നതിനെ നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്നാണ് പറയാ. ആൻഡ് ദിസ് കണ്ടെയ്ൻസ്, അതിനകത്താണ് ഓവം ഉള്ളത്. ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്ത് വി ക്യാൻ സീ ദർ ആർ സം തീക്ക സെൽസ് ഉണ്ടാവും. തീക്ക സെൽസ്. ആൻഡ് തീക്ക സെൽസ് എന്താ ചെയ്യുക? തീക്ക സെൽസ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ. തീക്ക സെൽസ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നു. ആൻഡ്രോജൻസിൽ നിന്ന് അരോമാറ്റൈസ് എൻസൈം വഴി നമുക്ക് ഈസ്ട്രോജൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഫൈനലി LH സർജ്. LH will act here. LH സർജ് വരുമ്പോഴത്തേക്കും ഇത് പൊട്ടുന്നു. ദിസ് ഇസ് ബ്രോക്കൺ ആൻഡ് ദിസ് ഓവം ഈസ് റിലീസ്ഡ്. ഓവം റിലീസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ഓവുലേഷൻ. അതിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവം റിലീസ്. ആൻഡ് റിലീസ് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുക. കോർപ്പസ് ലൂട്ടിയം ബിഗിൻ ടു പ്രൊഡ്യൂസ് ഹോർമോൺ പ്രൊജസ്റ്റിൻസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഈ ഓവം ഫെർട്ടിലൈസ് ആവുകയാണെങ്കിൽ അഗെയിൻ ദിസ് വിൽ ബി പ്രൊഡ്യൂസിംഗ് മോർ പ്രൊജസ്ട്രോൺ ഫോർ നെക്സ്റ്റ് 3 months, 3 മാസം കൂടി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ വാട്ട്സ് ദ ആക്ഷൻ ഓൺ മെയിൽ ആൻഡ് ഫീമെയിൽ? മെയിൽ സ്പെർമാറ്റോജെനിസിസ് കൂടുതൽ സഹായിക്കുന്നു FSH. ഫീമെയിൽ ആണെങ്കിൽ ഓവം, മെച്ചുറേഷൻ ഓഫ് ഓവം ആൻഡ് റിലീസ് ഓഫ് ഓവം. ഓവം റിലീസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. പ്രധാനമായിട്ടും മെച്ചുറേഷൻ ആണ്. റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് LH ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് LH സർജ്. വരുമ്പോൾ ഓവുലേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ഓൾസോ ഇൻക്രീസസ് മെയിലിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്നു, ഫീമെയിലിൽ ഈസ്ട്രോജൻസും പ്രൊജസ്ട്രോണും
ഉണ്ടാവാൻ സഹായിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ബിക്കോസ് സ്റ്റാർട്ടിംഗ് ഫ്രം GnRHൽ നിന്ന് തുടങ്ങി ഗൊണാഡോട്രോപ്പിൽ നിന്ന് FSHും LH ഉണ്ടായി. അത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസിൽ വർക്ക് ചെയ്തിട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് sperms, it will produces testosterone. In female it will produces this maturation of follicles and finally leads to the ovulation. So ഇതെല്ലാം ചെയ്യുന്നത് FSHും LHും ആണ്. സോ ഇതിനെല്ലാം കാരണക്കാരനാവുന്നത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ആണ്. സോ ദിസ് ഇസ് ദ ബേസിക് ഫിസിയോളജി. ഇതാണ് നോർമൽ ഫിസിയോളജി നടക്കുന്നത്. ആൻഡ് ഇത് ഇവിടെ നിന്ന് വരുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റെറോണിന്റെ ഒക്കെ അളവനുസരിച്ച് ദിസ് ക്യാൻ വേരി. ഗൊണാഡോട്രോപ്പിൻ വിൽ ബി റിലീസ്ഡ് മോർ ഓർ ലെസ്. നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കേണ്ടത് GnRH ഡ്രഗുകളെ പറ്റിയാണ്. GnRH ഇറ്റ്സ് അനലോഗ്സ്, അന്റഗോണിസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചേക്കുക. നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് ഇതാണ് ഹൈപ്പോതലാമസ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹൈപ്പോതലാമസിൽ നിന്ന് GnRH റിലീസ് ചെയ്യുന്നത് ഒരു പൾസറ്റൈൽ ഫാഷനിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പൾസറ്റൈൽ ഫാഷനിലാണ് ഇത് റിലീസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടയ്ക്ക് 1 to 3 പൾസസ് പെർ അവർ ഇങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്. സോ അതാണ് പൾസറ്റൈൽ ഫാഷന്റെ ഒരു ഫ്രീക്വൻസി. സോ FSHും LHും റിലീസ് ചെയ്യുന്നത് ഈ പൾസ് അനുസരിച്ചിട്ടാണ്. ഉദാഹരണത്തിന് 1 പൾസ് പെർ 3 hours നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് മണിക്കൂറാണെങ്കിൽ ഒരു പൾസ് 3 hourലാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ റിലീസ് ചെയ്യുന്നത് FSH ആയിരിക്കും. ആൻഡ് ഇഫ് ദ ഫാഷൻ പൾസറ്റൈൽ ഫാഷൻ തന്നെ 1 പൾസ് പെർ 1 hour ആണെങ്കിൽ LH ആയിരിക്കും റിലീസ് ചെയ്യുക. സോ മോർ പൾസസ് മീൻസ് LH ആൻഡ് ലെസ് പൾസസ് മീൻസ് FSH. നമ്മൾ ഈ പറയുന്നതിന് അത്രയും കാര്യങ്ങളൊന്നുമില്ല. വാട്ട് വി നീഡ് ടു നോ ഈസ് അബൌട്ട് പൾസറ്റൈൽ ഫാഷൻ. സോ ഇങ്ങനെ കുറഞ്ഞ അളവിൽ പൾസറ്റൈൽ റിലീസ് ഉണ്ടായാൽ മാത്രമേ FSHും LHും റിലീസ് ചെയ്യുകയുള്ളൂ. സോ ദിസ് ഈസ് ഹൗ പിറ്റ്യൂട്ടറി ഈസ് ഡിസൈൻഡ് ഇൻ റെസ്പോൺസ് ടു GnRH വന്നു കഴിയുമ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗൊണാഡോട്രോപ്സ് ഉണ്ടാവുന്നതിന് ഇങ്ങനെ പൾസറ്റൈൽ ആയിട്ട് വരണം. സോ ഇങ്ങനെ കുറഞ്ഞ അളവിൽ GnRH വരുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപിക് സെൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഗൊണാഡോട്രോപ്പിൻസ് ലൈക്ക് FSH ആൻഡ് LH ആർ റിലീസ്ഡ് ഇൻ റെസ്പോൺസ് ടു പൾസറ്റൈൽ റിലീസ് ഓഫ് GnRH. ഇത്രയും നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ഇനി GnRH കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെന്ന് കരുതുക. വി ആർ ഗിവിംഗ് ആൻ എക്സസീവ് എമൗണ്ട്, കൂടുതൽ എമൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാന്ന് കരുതുക. വാട്ട് വിൽ ഹാപ്പൻ? അത് ഇതിവിടെ എത്തും ആൻഡ് ഇറ്റ് വിൽ റിലീസ് സം FSH ആൻഡ് LH. FSHും LHും റിലീസ് ചെയ്യും. പക്ഷേ നമ്മൾ കൊടുത്ത GnRHന്റെ അളവ് കൂടുതലാണ്. ഇവിടെയുള്ള റിസപ്റ്റേഴ്സ്, ഗൊണാഡോട്രോപിക് സെൽസിലുള്ള റിസപ്റ്റേഴ്സ്, അവിടെയുള്ള റിസപ്റ്റേഴ്സ് G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ് GnRHനുള്ളത്. സോ അവിടെ ഇത്രയും GnRHനോട് പ്രതികരിക്കാനുള്ള ശേഷിയില്ല ഈ റിസപ്റ്റേഴ്സിന്. ഈ റിസപ്റ്റേഴ്സ് വിൽ അണ്ടർഗോ ഡീസെൻസിറ്റൈസേഷൻസ്. ഈ റിസപ്റ്റർ FSHും LHും ഉണ്ടാക്കുന്ന ഇവിടെയുള്ള ഗൊണാഡോട്രോപിക് സെൽസിലുള്ള റിസപ്റ്റേഴ്സ് ദേ വിൽ ബി ഡൗൺ റെഗുലേറ്റഡ്. ഡൗൺ റെഗുലേഷൻ നടക്കും. ഡൗൺ റെഗുലേഷൻ ആൻഡ് ദേ വിൽ നോട്ട് ബി ഫങ്ഷനിങ്. അവയുടെ ഫങ്ഷൻ തന്നെ നിന്ന് പോകും. സോ അവർക്ക് അതിനുള്ള ശേഷിയില്ല. സോ ദേ വിൽ സ്റ്റോപ്പ് ദ ഫങ്ഷനിങ്. സോ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എഫക്ട്? ദർ വിൽ ബി നോ റിലീസ്, നോ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് FSH ആൻഡ് LH. അപ്പോൾ നേർവിപരീതമായിട്ടുള്ള ഫലമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഒന്ന്, GnRH കുറഞ്ഞ അളവിൽ ലോ ഡോസസ് ഇന്റർമിറ്റന്റ് ഫാഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ മോർ FSH ആൻഡ് LH, FSHും LHും റിലീസ് ഉണ്ടാകും. മറിച്ച് GnRH ഉയർന്ന അളവിൽ കണ്ടിന്യൂസ് ആയിട്ട് നൽകിയാൽ ദർ വിൽ ബി നോ റിലീസ് ഓഫ് FSH ആൻഡ് LH. FSH ആൻഡ് LH ഇൻഹിബിഷൻ ആണ് കിട്ടിയത്. സോ സെയിം ഹോർമോൺ, ഒരേ ഹോർമോൺ GnRH ഇന്റർമിറ്റന്റ് ആൻഡ് പൾസറ്റൈൽ ഫാഷൻ നൽകിയാൽ ലഭിക്കുന്ന ഫലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈ ഡോസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിന് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ദിസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ കുറഞ്ഞ അളവിൽ ലോ ഡോസിൽ നമുക്ക് പൾസറ്റൈൽ ഫാഷൻ എന്ന് വിളിക്കാം. സോ വി കോൾ ദിസ് ലോ ഡോസ് ഓർ വി കോൾ ഇറ്റ് ആസ് പൾസറ്റൈൽ ഫാഷൻ. പൾസറ്റൈൽ ഫാഷൻ ആൻഡ് ലോ ഡോസ് എന്ന് വിളിക്കാം. ആൻഡ് ദിസ് P, pulsatile for P is for pregnancy. So നമുക്ക് pregnancy ഉണ്ടാവണമെങ്കിൽ FSHും LHും വേണം. So this is an easiest method. Pulsatile P for pregnancy and continuous കൂടുതൽ നേരം കൊടുത്തു കഴിഞ്ഞാൽ ഇൻഹിബിഷൻ ആണ്. So this C is for cancer. So ക്യാൻസറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. That means അമിതമായിട്ട് ഇൻക്രീസ്ഡ് FSHോ LHോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചില ക്യാൻസർ വരാം. അതിനു വേണ്ടി ഉപയോഗിക്കാം. സോ ഒരേ മരുന്ന് തന്നെ രണ്ട് പ്രത്യേക രീതികളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലത് പ്രഗ്നൻസി, ഇൻഫെർട്ടിലിറ്റി പോലുള്ള
പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലത് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കും. സോ ജസ്റ്റ് ചേഞ്ചിങ് ദ ഡോസ്, ജസ്റ്റ് ഗിവിംഗ് എ ഡിഫറെന്റ് ടൈപ്പ്, ഒരു വേറെ രീതിയിൽ നൽകി കഴിഞ്ഞാൽ മരുന്നിന്റെ ആക്ഷൻസ് രണ്ടും വ്യത്യസ്തമാണ്. സോ ഈ രണ്ട് തരം ഉപയോഗങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി GnRH ലൈക്ക് ഡ്രഗ്സുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് GnRHനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. GnRHന്റെ പഴയ ഒരു പേര് LHRH എന്നായിരുന്നു, ലൂട്ടനൈസിംഗ് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ എന്നായിരുന്നു പഴയ പേര്. GnRH ഇസ് 10 അമിനോ ആസിഡ്, 10 അമിനോ ആസിഡ് മാത്രമുള്ള ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. പെപ്റ്റൈഡ് ഹോർമോൺ ആണ് GnRH. ഹൈപ്പോതലാമസിലെ പാർവോസെല്ലുലാർ ന്യൂറോൺസിന്റെ ഒരു സബ്സെറ്റ്, അതിൽ നിന്നാണ് ഇത് ഈ പെപ്റ്റൈഡ് അല്ലെങ്കിൽ ഈ പോളിപെപ്റ്റൈഡ് ഓർ ഡെക്കാപെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. GnRH ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ, GnRH റിസപ്റ്റർ ഒരു G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആണ്. G പ്രോട്ടീൻ കപ്പിൾ ടൈപ്പ് ഓഫ് റിസപ്റ്റർ. അതിൽ തന്നെ പ്രധാനമായിട്ടും G-ക്യൂബിലായിരിക്കും ആക്ട് ചെയ്യുക. പിറ്റ്യൂട്ടറി ഗോണാഡോട്രോപ്സിലുള്ള G-ക്യൂബിലായിരിക്കും ആക്ട് ചെയ്യുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് FSH ആൻഡ് LH. FSHും LHും വർദ്ധിപ്പിക്കുന്നു. സിന്തസിസ് ആൻഡ് സെക്രീഷൻ രണ്ടും വർദ്ധിപ്പിക്കും. ഇപ്പൊ നമ്മൾ മരുന്നായിട്ട് നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിലുള്ള GnRHനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. മരുന്നായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഗൊണാഡോറെലിൻ ആണ്. ഗൊണാഡോറെലിൻ ഇതാണ് നമ്മുടെ ആദ്യത്തെ മരുന്ന്. സോ ദിസ് എ റീകോംബിനന്റ് GnRH ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഹ്യൂമൻ ഫോം ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഇറ്റ് ഈസ് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആണ്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ്, കുറച്ച് നേരം മാത്രമേ ഉള്ളൂ ഇവയുടെ ഫലം. അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം. ബിക്കോസ് പെപ്റ്റൈഡ് ആണ്. പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ഓറലി കൊടുക്കാൻ പറ്റില്ല, നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഈ ഗൊണാഡോറെലിൻ ആണ് ആദ്യം കണ്ടുപിടിച്ചെങ്കിലും ഇതിന്റെ ഉപയോഗം നൗ ഇറ്റ് ഈസ് വെരി കുറവാണ്, വളരെയധികം കുറവാണ്. എങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി, സ്ത്രീകളിലുള്ള ഇൻഫെർട്ടിലിറ്റി. എന്തുകൊണ്ടാണ്? FSH കുറവോ അല്ലെങ്കിൽ LH കുറവോ, ഇങ്ങനെയുള്ള രണ്ട് കേസുകളിലും നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ FSHന്റെയും LHന്റെയും എമൗണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ അപൂർവമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ അനലോഗ്സ് ആണ്. GnRH അനലോഗ്സ് മരുന്നുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. GnRH അനലോഗ്സിനെ നമുക്ക് സൂപ്പർ ആക്റ്റീവ് GnRH എന്ന് വിളിക്കാം. ഇതാണ് വേറൊരു പേര്, സൂപ്പർ ആക്റ്റീവ് GnRH എന്നാണ് ഇവക്ക് വേറൊരു പേര് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ ദീസ് ആർ ലോങ് ആക്ടിംഗ് ആണ്, ലോങ് ആക്ടിംഗ് ഫോർമുലേഷൻസ് ആണ്. ആൻഡ് ദീസ് ആർ ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള അനലോഗ്സ് ആണുള്ളത്. ഡോസ് ടു ഡോസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇത് പൊട്ടന്റ് ആണ്. ദെൻ ഹൈ അഫിനിറ്റി ടു റിസപ്റ്റേഴ്സ്, ദേ ഹാവ് ഹൈ അഫിനിറ്റി. GnRH റിസപ്റ്റേഴ്സിനോട് ഹൈ അഫിനിറ്റിയും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ആക്റ്റീവ് GnRH എന്ന് വിളിക്കുക. ആൻഡ് ഏതെല്ലാമാണ് GnRH അനലോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് റെലിൻസ്, RELIN. റെലിൻസിൽ അവസാനിക്കുകയാണ് എല്ലാത്തിന്റെയും പേര്. നോക്കുകയാണെങ്കിൽ ഗോസ് എന്ന് എഴുതുക, റെലിൻ എഴുതുക, ഗോസ് റെലിൻ. ദെൻ ഹിസ്റ്റ്, HIST, ബാക്കി ഇവിടെ റെലിൻ, ഹിസ്റ്റ് റെലിൻ. പിന്നെ ഒരെണ്ണം ബസ് എന്ന് എഴുതുക, റെലിൻ എഴുതുക, ബസ് റെലിൻ. ഇനിയുള്ളത് ട്രിപ്റ്റോ, TRIPTO, ട്രിപ്റ്റോ എന്ന് എഴുതുക, റെലിൻ എഴുതുക, ട്രിപ്റ്റോ റെലിൻ. ദെൻ അനദർ വൺ ഈസ് നാഫ റെലിൻ. റെലിൻസ് ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്ന്. വേറൊരു ഗ്രൂപ്പ് ഓഫ് മരുന്ന് എന്ന് വെച്ചാൽ പ്രോലൈഡ്സ് ആണ്. പ്രോലൈഡ്സ് ഗ്രൂപ്പ് എന്നൊന്നും പറയാനില്ല, ഒരു മരുന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് LEU പ്രോലൈഡ്സ്. സോ ഇത്രയും മരുന്നുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഗോസർലിൻ, ഹിസ്ട്രലിൻ ആൻഡ് ബുസറലിൻ. ഇത് ഗോസർലിൻ എല്ലാം നമുക്ക് വി ക്യാൻ ഗിവ് ആസ് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാം. ഇംപ്ലാന്റ്സ് ആയിട്ട് കൊടുക്കാം. ട്രിപ്റ്റോറലിൻ IM ഇൻട്രാമസ്കുലാർ ഡിപ്പോട്ട് ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. ആൻഡ് ദിസ് ഈസ് ലോങ് ആക്ട്. ഡിപ്പോട്ട് ഇഞ്ചക്ഷൻ മീൻസ് ലോങ് ആക്ടിങ്. നാഫാറലിൻ പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാനേസലി ആണ്. നെയ്സലി ഓർത്തിരിക്കാൻ സുഖമാണ്, N ഫോർ നെയ്സൽ. സോ ഇൻട്രാനേസലി ആണ്. ആൻഡ് ലൂപ്രോലൈഡ് നമുക്ക് സബ്ക്യൂട്ടേനിയസ് ആയിട്ടും കൊടുക്കാം, ഇൻട്രാമസ്കുലാർ ഡിപ്പോട്ട്, രണ്ട് രീതിയിലും കൊടുക്കാവുന്ന മരുന്നാണ് ദിസ് ലൂപ്രോലൈഡ്. ഇനി എന്താണ് ഉപയോഗം നോക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന രീതികൾ പറഞ്ഞാണ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. GnRHകൾ എങ്ങനെ കൊടുക്കുന്നു എന്നനുസരിച്ച് രണ്ട് തരം പ്രവർത്തനമുണ്ട്, രണ്ടും നേർവിപരീതമാണെന്ന് നമുക്കറിയാം. സോ പൾസറ്റൈൽ, ഇഫ് യു ഗീവ് ദ ഡ്രഗ് ഇൻ പൾസറ്റൈൽ ഡോസസ്, പൾസറ്റൈൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ലോ ഡോസസ് ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇൻ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്ക് ഈ മരുന്ന് കൊടുക്കാം. അനോവുലേഷൻ മൂലമുള്ള, ഓവുലേഷൻ ഇല്ലാത്ത, അതിനാണ് അനോവുലേഷൻ എന്ന് പറയാം. അനോവുലേഷൻ മൂലമുള്ള, ഓവുലേഷൻ നടക്കാത്ത സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക്. ഓവുലേഷൻ നടക്കാത്തത് FSHന്റെയോ LHന്റെയോ ഒക്കെ കുറവായിരിക്കാം. സോ വി ക്യാൻ ഇൻക്രീസ് ദ FSH ആൻഡ് LH എമൗണ്ട്. അത് വർദ്ധിപ്പിക്കുമ്പോൾ അവരിലുള്ള ഇൻഫെർട്ടിലിറ്റി പോകും. രണ്ടാമത്തത് മെയിലിൽ ഉപയോഗിക്കാം. ഇൻ മെയിലിലെ അസൂസ്പെർമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേമിന്റെ കൗണ്ട് കുറവാണ്. സ്പേമിന്റെ കൗണ്ട് നമുക്കറിയാം 20 മില്യൺ എങ്കിലും മിനിമം വേണം പെർ ml, 50 മില്യൺ എങ്കിലും വേണം. സോ അതിൽ കുറവാണെങ്കിൽ
എങ്കിൽ ഗർഭധാരണത്തിന് സാധ്യമാവില്ല. അപ്പോൾ നമുക്ക് സ്പേമിന്റെ കൗണ്ട് കൂട്ടാനായിട്ട് നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കാം. GnRH അനലോഗ്സ് നമുക്ക് കൊടുക്കാം. സോ ഇതാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഉപയോഗം, പ്രായമെത്തിയിട്ടും പുരുഷന്മാരിലോ സ്ത്രീകളിലെയോ അവിടെ പ്രത്യേകതകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിലേഡ് പ്യൂബർട്ടി എന്നാണ് ഇതിനെ വിളിക്കുക. ഡിലേഡ് പ്യൂബർട്ടിയിൽ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. പ്രായപൂർത്തിയാകാൻ താമസം നേരിടുന്നുവെങ്കിലും FSH LH അത് മൂലമുള്ളതാണ്. FSHും LHും കുറവായിട്ടുള്ള മൂലമുള്ള ഡിലേ മൂലമുള്ള കേസുകളിലെല്ലാം നമുക്ക് പൾസറ്റൈൽ ആയിട്ട് കൊടുക്കുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസ് ഹോർമോൺ അനലോഗുകൾ, നമ്മൾ നേരത്തെ അനലോഗുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, അത് നമുക്ക് നൽകാം. ഇനി അടുത്ത ഉപയോഗങ്ങൾ സെക്കൻഡ് ടൈപ്പ് യൂസസ് ആണ്. സെക്കൻഡ് ടൈപ്പ് യൂസസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുക്കണം. കണ്ടിന്യൂസ് യൂസസ് ആണ്. ഉയർന്ന അളവിൽ ഹൈ ഡോസിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഹൈ ഡോസിൽ കണ്ടിന്യൂസ് അളവിൽ കൊടുക്കുമ്പോൾ ഡിക്രീസ് ദ FSH ആൻഡ് LH. FSHും കുറയ്ക്കും, LHും കുറയ്ക്കും. സോ അങ്ങനെയുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഞാൻ താഴത്ത് എഴുതാം, ഒരുമിച്ച് ഇവിടെ എഴുതാൻ കാരണം ഏർലി പ്യൂബർട്ടി ഓർ നമ്മൾ അതിനെ ടെക്നിക്കലായിട്ട് വിളിക്കുക പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്നാണ്. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ ഡിലേഡ് പ്യൂബർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് എഴുതിയത്. സോ ദീസ് ഡ്രഗ്സ് ആർ ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഈ കേസിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. പ്രായമാവുന്നതിന് മുമ്പ് പ്യൂബർട്ടിയിലെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ നാഫർലിൻ, ഗോണർലിൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ റെലിൻസും നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഉപയോഗം, ദിസ് ഈസ് ഇൻ എ ക്യാൻസർ. പുരുഷന്മാരിലുള്ള ക്യാൻസർ ആണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് ഉപയോഗിക്കുക. ഇറ്റ്സ് ഗിവൺ ഇൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്കറിയാം, ഇറ്റ്സ് എ ടെസ്റ്റോസ്റ്റെറോൺ ഡിപ്പെൻഡന്റ് ക്യാൻസർ. ദാറ്റ് മീൻസ് ടെസ്റ്റോസ്റ്റെറോൺ കൂടുന്നതുകൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുക. സോ GnRH അനലോഗ്സ് കുറച്ച് കഴിഞ്ഞാൽ, അനലോഗ്സ് നമ്മൾ ആക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ FSHും LHും കുറയും നമുക്കറിയാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ എമൗണ്ട് കൊടുക്കുമ്പോൾ ദീസ് ഡ്രഗ്സ് വിൽ ഇൻഹിബിറ്റ് ദ FSH ആൻഡ് LH. സോ നമുക്ക് എല്ലാ മരുന്നും കൊടുക്കാം എക്സെപ്റ്റ് നാഫർലിൻ. നാഫർലിൻ എന്ന് പറയുന്ന മരുന്ന് നമ്മൾക്കറിയാം ഇൻട്രാനേസൽ ആയിട്ട് കൊടുക്കുന്നതാണ്. നാഫർലിൻ ഒഴിച്ച് ബാക്കി എല്ലാ മരുന്നുകളും നമുക്ക് കൊടുക്കാം. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്, ഈ GnRH അനലോഗ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ആ റിസപ്റ്ററിൽ പോയി ആദ്യം പിടിക്കുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് FSH ആൻഡ് LH. അത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം കുറെ നാൾ. ദെൻ ഇത് അമൗണ്ട് കൂടി വന്ന് 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവർ FSHും LHും ഡിക്രീസ്. ആദ്യം ഉണ്ടാക്കും, പിന്നെ കുറയ്ക്കും. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഇനീഷ്യൽ 2 വീക്സ് 2 ആഴ്ച രോഗലക്ഷണങ്ങളൊക്കെ കൂടാം. അതിന് നമ്മൾ ഇനീഷ്യൽ ഫ്ലെയർ എന്നാണ് പറയുക. ഇനീഷ്യൽ ഫ്ലെയർ അപ്പ്. അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഇനീഷ്യൽ ഫ്ലെയർ അപ്പ് ഉണ്ടാകും, രോഗലക്ഷണങ്ങൾ കൂടാം, പ്രോസ്റ്റേറ്റ് സൈസ് വർദ്ധിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ഈസ് വൺ കണ്ടീഷൻ. സോ അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് ഇവിടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ആൻഡ്രോജൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ഓർ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുത്താൽ മതി. ഏതൊക്കെയാണ് ആ മരുന്നുകൾ? ഫ്ലൂട്ടമൈഡ് കൊടുക്കാം, നിലൂട്ടമൈഡ് കൊടുക്കാം, ബൈക്കാലൂട്ടമൈഡ്, then നിലൂട്ടമൈഡ് ഓർ എയ്സാലൂട്ടമൈഡ് പോലെയുള്ള ഈ ലൂട്ടമൈഡ് ഡ്രഗ്സ് ആണ് പിന്നീട് നമുക്ക് അവ ഡിസ്കസ്. സോ ഇങ്ങനെയുള്ള മരുന്ന് ആദ്യത്തെ 2 ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇനീഷ്യൽ ഫ്ലെയർ അപ്പ് നമുക്ക് ഒഴിവാക്കാം. സോ ഇനീഷ്യൽ ഫ്ലെയർ അപ്പ് കാരണം നമുക്കറിയാവുന്നത് ബിക്കോസ് GnRH തന്നെയാണ് വരുന്നത്. GnRH വരുമ്പോൾ ആദ്യം റിസപ്റ്റേഴ്സ് കുറച്ച് FSHും LHും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ഓർ തേർഡ് ആക്ഷൻ വെൻ വി ഗിവൺ ഇൻ കണ്ടിന്യൂസ് ഹൈ ഡോസ്, അത് ഫീമെയിൽസിലാണ്. കുറച്ച് ആക്ഷൻസ് ഉണ്ട് ബിക്കോസ് ഇവ ഈസ്ട്രോജന്റെ അളവ് കുറയ്ക്കും. FSHും LHും കുറയുമ്പോൾ ഈസ്ട്രോജൻ കുറയും. FSHും LHും കുറയുമ്പോൾ ഈസ്ട്രോജന്റെ അളവും കുറയണമല്ലോ. സോ ഈസ്ട്രോജൻ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് എൻഡോമെട്രിയോസിസിൽ നമുക്ക് കൊടുക്കാം. ദെൻ എൻഡോമെട്രിയം നമുക്ക് അബ്ലേറ്റ് ചെയ്യണമെങ്കിൽ അബ്ലേഷൻ ഓർ തിന്നിങ്, എൻഡോമെട്രിയത്തിന്റെ ആ സൈസ്, ഇപ്പൊ എൻഡോമെട്രിയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് സൈസ് ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. ദെൻ ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഫൈബ്രോയിഡ്സ് ഓഫ് യൂട്ടറസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, ഫൈബ്രോയിഡ്സിൽ നമുക്ക് കൊടുക്കാം. ഫൈബ്രോയിഡ്സ് ഓഫ് യൂട്ടറസിന് നമ്മൾ ലിയോമയോമാസ് എന്നാണ് പറയുക, LIEO, ലിയോമയോമാസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കൊടുക്കാം. സോ ദീസ് ആർ ദ യൂസസ് ഫോർ കണ്ടിന്യൂസ് ഹൈ ഡോസ് ആൻഡ് ദീസ് ആർ ദ യൂസസ് ഫോർ പൾസറ്റൈൽ ലോ ഡോസ്. സോ അങ്ങനെ 2 തരം ഉപയോഗങ്ങൾ GnRH അനലോഗ്സ്, റെലിൻ ലൈക്ക് ഡ്രഗ്സ് ആർ റൊലൈഡ്സ് ലൈക്ക് ഡ്രഗ്സ്. ഇനി നമുക്ക് കാണേണ്ടവയുടെ സൈഡ് എഫക്ട്സ്, ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെ ഉണ്ടാകും എന്ന് പറയണം. സോ സൈഡ് എഫക്ട്സും ഇവിടെയും നമ്മൾ 2 രീതിയിൽ തന്നെ പറയണം. പൾസറ്റൈൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സൈഡ് എഫക്ട്, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സൈഡ് എഫക്ട്, രണ്ടും മാറ്റി തന്നെ പറയണം. സോ പൾസറ്റൈൽ ആയിട്ട് കൊടുക്കുമ്പോൾ ദിസ് ക്യാൻ കോസ് ഇൻക്രീസ്ഡ് FSH ആൻഡ് LH. അതാണ് അവിടെ നടക്കുന്നത്. FSHും LHും കൂടും. സോ
ഇത് മൂലമുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാം. സോ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പക്ഷേ ഈ മരുന്നല്ല, നമ്മൾ ഉപയോഗിക്കുന്ന GnRH അനലോഗ്സ് അല്ല. ആ മരുന്ന് HMG ആണ്. HMG മീൻസ് ഹ്യൂമൻ മെനോട്രോപിക് മെനോപോസൽ ഗൊണാഡോട്രോപ്പിൻ ആണ്. സോ അത് FSH ആൻഡ് LH തന്നെയാണ്. ഇറ്റ് ഈസ് സെയിം FSH ആൻഡ് LH. സോ അത് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. രണ്ടാം സ്ഥാനമാണ് നമുക്ക് GnRH അനലോഗ്സിന് ഉള്ളത്. മൂന്നാം സ്ഥാനം പിന്നെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ക്ലോമിഫിൻ ആണുള്ളത്. ക്ലോമിഫിൻ സിട്രേറ്റ് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു മരുന്ന്. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ഈ പ്രശ്നം അബ്ഡോമിനൽ പെയിൻ, കഠിനമായ വയറുവേദന ഉണ്ടാകും. കാരണം ഓവേറിയൻ റപ്ചർ ഉണ്ടാക്കും. ഓവേറിയൻ റപ്ചർ ഉണ്ടാക്കുമ്പോൾ അത് ബ്ലീഡിങ് ഉണ്ടാക്കുമ്പോൾ വയറുവേദന ഉണ്ടാകും. അതീവ ഗുരുതരമായ ബ്ലീഡിംഗ് ആണെങ്കിലോ, ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞിട്ട് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഷോക്ക് ആൻഡ് ഈവൻ ഡെത്ത് വരെ ഉണ്ടാകാം. സോ ഡോക്ടർമാരെ ശ്രദ്ധിച്ചായിരിക്കും കൊടുക്കുക. എന്നാലും ഈ പ്രശ്നം ഉണ്ടാക്കാവുന്ന സാധ്യതയുണ്ട്. സോ അതാണ് പൾസറ്റാലായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലം. രണ്ടാമത്തത്, വാട്ട് പ്രോബ്ലംസ് ക്യാൻ അറൈസ് ഇഫ് യു ഗിവ് കണ്ടിന്യൂസിൽ എന്താണ് പ്രശ്നം? ഡിക്രീസസ് FSH, ഡിക്രീസസ് LH. FSHും LHും കുറയുമ്പോൾ എന്തൊക്കെ കുറയും? ഈസ്ട്രോജൻ കുറയും, പ്രൊജസ്ട്രോൺ കുറയും, ടെസ്റ്റോസ്റ്ററോൺ കുറയും. സോ ദീസ് ഓൾ വിൽ ലീഡ്സ് ടു വാട്ട്? ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. ഇതാണ് ഒരു പ്രശ്നം ഉള്ളത്. ദെൻ ഈസ്ട്രോജൻ ഒക്കെ കുറയുന്നത് മൂലം ഹോട്ട് ഫ്ലഷസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടിലും ഉണ്ടാക്കാം. ദെൻ വജൈനൽ ഡ്രൈനസ് ഉണ്ടാക്കാം. This all leads to decreased libido. ഈസ്ട്രോജൻ കുറയുമ്പോഴത്തേക്കും ലിബിഡോ മീൻസ് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയും. ഡിക്രീസ് സെക്ഷൽ ഇൻട്രസ്റ്റ്. ദെൻ ഡിപ്രഷൻ, വിഷാദ രോഗം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ദെൻ അനദർ സീരിയസ് വൺ ഈസ് ഓസ്റ്റിയോപോറോസിസ്. നമുക്കറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഈസ്ട്രോജൻ. എസ്പെഷ്യലി ഇൻ ഫീമെയിൽസിലെ ഇത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കുമ്പോൾ വി കനോട്ട് ഗിവ് ദിസ് ഡ്രഗ് ഫോർ മോർ ദാൻ 6 months. So this drug should not be given for more than 6 months. So 6 months is the ultimate. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GnRH അനലോഗ്സ്, റെലിൻ ലൈക്ക് ഡ്രഗ്സ് ഓർ നെക്സ്റ്റ് ഈസ് ല്യൂപ്രോലൈഡ് പോലെയുള്ള മരുന്നുകളെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ നമുക്ക് പറയാനുള്ളത് GnRH ആന്റഗോണിസ്റ്റിക് മരുന്നുകളാണ്. സോ ഇവയുടെ ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ആൻഡ് സെയിം ലൈക്ക് GnRH അഗോണിസ്റ്റ് ഓർ അനലോഗ്സ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? രണ്ട് രീതി കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ രണ്ടാമത്തെ രീതി എന്തായിരുന്നു? കണ്ടിന്യൂസ് ഹൈ ഡോസിൽ കൊടുത്താൽ എന്താണോ കിട്ടുക സെയിം അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും GnRH ആന്റഗോണിസ്റ്റ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? GnRH ആ സെയിം ഹോർമോണിന് തന്നെ അതാണ് എഫക്റ്റ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ, ചെറിയ രീതിയിൽ, ഫ്രീക്വൻസിയിൽ ആണ് വരുന്നത്. അത് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സെൽഫ് ഈസ് ആൻ ആന്റഗോണിസ്റ്റ്. സോ ആന്റഗോണിസ്റ്റിനും അതേ ആക്ഷൻ തന്നെയാണ്. പക്ഷേ ഇവയ്ക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. GnRH ആന്റഗോണിസ്റ്റ് ഒരു പ്രത്യേക ഗുണം ഇതിനുണ്ട്. ബിക്കോസ് ദേ ഹാവ് നോ അഗോണിസ്റ്റിക് ആക്ഷൻ അറ്റ് ഓൾ. ഒട്ടും തന്നെ അഗോണിസ്റ്റിക് ആക്ഷൻ ഇല്ല. അത് എവിടെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? ബിക്കോസ് നമ്മളിപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമ്മൾ മറ്റേ മരുന്ന് കൊടുക്കുകയാണ്, റെലിൻസ് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇഫ് യു ഗിവ് റെലിൻസ്, നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ ഫ്ലെയർ അപ്പ് ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനീഷ്യൽ ഫ്ലെയർ അപ്പ് അതെന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ദീസ് ആർ അഗോണിസ്റ്റ് സംവാട്ട് ദേ വിൽ പ്രൊഡ്യൂസ് ഇൻക്രീസ്ഡ് FSH, LHും FSHും കൂടുതലായിട്ട് ആദ്യത്തെ കുറച്ച് നാൾ കൂടും, പിന്നീടായിരിക്കും അവ കുറയുക. ദീസ് ഡ്രഗ്സ് ആർ പ്യൂർ ആന്റഗോണിസ്റ്റ്, സോ ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ദിസ്. സോ നോ ഇനീഷ്യൽ ഫ്ലെയർ അപ്പ്. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് GnRH ആന്റഗോണിസ്റ്റ്. സോ റെലിൻസ് നമ്മൾ കണ്ടു. ഈ മരുന്നുകളെല്ലാം തന്നെ റെലിക്സ് ആണ്. RELIX ാണ് അവസാനിക്കുക. So these are called relics. സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാവുന്ന മരുന്നുകളാണ്. സോ Ganirelix ആണ് ഫസ്റ്റ് മരുന്ന്. ദെൻ റിലിക്സ് എഴുതുക, Ganirelix. ദെൻ പിന്നെ ഉള്ളത് Citrorelix ആണ്. So രണ്ട് മരുന്നുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സിട്രോ രണ്ടും FSHന്റെയും LHന്റെയും സപ്രസ് ചെയ്യുക. FSH ആൻഡ് LH രണ്ടിനെയും സപ്രസ് ചെയ്യുക. സോ ഇത് ഉപയോഗിക്കുന്നത് പ്രിമച്വർ ഓവുലേഷനിലാണ്. പ്രീമച്വർ ഓവുലേഷൻ. സോ നമുക്ക് ഓവുലേഷൻ എപ്പോഴാണ് നടക്കേണ്ടത്? വി നീഡ് ഓവുലേഷൻ ടു ഹാപ്പൻ ഓൺ ദ 14th day. സോ കുട്ടികളില്ലാത്ത ആൾക്കാരിലൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ ഓവുലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ സോ ദിസ് വി ക്യാൻ പോസ്റ്റ്പോൺ. അത് നീട്ടിവെക്കാനായിട്ട് 14th day ആക്കി നടത്താനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് Ganirelix ആൻഡ് Citrorelix. സോ ഇത് ഉപയോഗിക്കുന്ന എവിടെയായിരിക്കും? ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലായിരിക്കും. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ക്ലിനിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഷൻ. കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ, ദമ്പതിമാരൊക്കെ അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ കൃത്യമായ ദിവസം ഓവുലേഷൻ വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും
ഉപയോഗിക്കുന്ന ഡ്രഗുകളായിരിക്കും ഗാനിറെലിക്സ് ആൻഡ് സെട്രോറെലിക്സ്. ആവാൻ വേണ്ടി മാത്രമല്ല, പ്രിമച്യൂർ ആയിട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി 2 മരുന്നുകൾ കൂടിയുണ്ട്. വൺ ഈസ് ഗിവൺ ആസ് സബ്ക്യൂട്ടേനിയസ്, അതിന്റെ പേര് ഡീഗാറെലിക്സ് എന്നാണ്, സബ്ക്യൂട്ടേനിയസ്. ഇനി ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട്, അതിന്റെ പേര് അബാറെലിക്സ്. ഡീഗാറെലിക്സ് ആൻഡ് അബാറെലിക്സ്. ഇത് രണ്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? ഡിക്രീസ് ഓർ ഇൻഹിബിറ്റ് ഇനീഷ്യൽ ഫ്ലെയർ അപ്പ്. ഇനീഷ്യൽ ഫ്ലെയർ അപ്പ് ഇല്ല, ബിക്കോസ് ദേ ആർ റെഡ്യൂസിംഗ് FSH and LH. So they will decrease the testosterone. No testosterone growth. Testosterone ആദ്യത്തെ കുറച്ച് നാൾ ഗ്രോത്ത് ഇല്ല. So this is the drug we prefer now for prostate cancer than this റിലിൻസിനേക്കാൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റിലിക്സുകളാണ്. ഇനി എന്താണ് ഇവിടെ സൈഡ് എഫക്ട്? സൈഡ് എഫക്ട് എഴുതാൻ എനിക്ക് അധികം സ്ഥലം ആവശ്യമില്ല, കാരണം they have producing same side effect as that of റിലിൻസിൽ നമ്മൾ ഹൈ ഡോസിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷങ്ങൾ തന്നെയാണ് ഇവയ്ക്കും ഉണ്ടാവുക. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഹോട്ട് ഫ്ലഷസ് നമ്മൾ പറഞ്ഞു, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു, ഡിക്രീസ്ഡ് ലിബിഡോ ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു, ഡിപ്രഷൻ ആൻഡ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു പറഞ്ഞു, ദെൻ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഫീമെയിൽസിലായിരിക്കും ഇങ്ങനെയുള്ള അധികങ്ങൾ കൂടുതൽ ഉണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ മരുന്നുകൾക്കും സെയിം അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. സോ അഡ്വേഴ്സ് എഫക്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം പഠിച്ചാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GnRH ഡ്രഗിനെ പറ്റി, GnRH Agonist ആൻഡ് GnRH Antagonist പറ്റി പറയാനുള്ളത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഗൊണാഡോട്രോപ്പിൻസ് ആണ്. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞാൽ FSH and LH ആണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.